തിയേറ്ററിൽ പോയി കഴിഞ്ഞ് ജനങ്ങൾ കാണുമ്പോൾ നിങ്ങളെല്ലാവരും പറയുന്ന 18% കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് ഇവിടുന്ന് എനിക്ക് തിരിച്ചു കിട്ടും. ഈ പ്രോസസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ആരെയാണ് ബ്ലാക്ക് മേടിക്കുന്നത്? ഏതെങ്കിലും ആർട്ടിസ്റ്റ് മേടിക്കണം. അതായത് ഞാനാദ്യം ചിലവ് ചെയ്യണം, ഇത് ചെയ്യണമല്ലോ. ഇവിടെ ഒന്നും ചെയ്യണില്ല. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ എവിടെ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കണം? ഈ പറയണ 2-3 OTT ആണ്. അവരൊരിക്കലും എനിക്കിപ്പോൾ അവർ ആരെങ്കിലും ഒരു 5 കോടി രൂപ ക്യാഷായിട്ട് എനിക്ക് തരികയാണ്, ഇതാണ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും ഇല്ല. ഇപ്പോൾ ഉള്ള OTT ഞാൻ പേര് പറയണില്ല, തരില്ല. പിന്നെ തിയേറ്ററിൽ, ഇവിടെ ഏത് തിയേറ്ററിലാണ് ഒരു പ്രൊഡ്യൂസറിനെ ഒക്കെ ഒരു 5 ലക്ഷം രൂപ ക്യാഷ് പിടിച്ചതെന്ന് പറയുന്നത്? ഒരിക്കലും ഇല്ല. എല്ലാം എന്നു പറഞ്ഞാൽ ബാങ്ക് ത്രൂ ആണ്. അപ്പോൾ എവിടെയാണ് ഈ ബ്ലാക്ക് വന്നത്? ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട്, എവിടെ ആയിരിക്കാം ബ്ലാക്ക് വന്നത്? എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടാതെ. ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒരു FB പോസ്റ്റ് വെച്ചിട്ടാണ് സംസാരിച്ചത്. അതിൽ പറഞ്ഞാക്കണ കാര്യം ഈ പറയണ ഒരു ബഡ്ജറ്റിനെ പറ്റി, ഈ എമ്പുരാൻ്റെ ബഡ്ജറ്റിനെ പറ്റി പറയാൻ സ്വാഭാവികമായിട്ടും ആ ബഡ്ജറ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചിലപ്പോൾ മാർക്കറ്റിംഗ് പ്ലാനുകൾ, പിന്നെ ഈ OTT സാറ്റലൈറ്റിൻ്റെ ബിസിനസ്സിൽ അതിനൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ എഫക്റ്റ് ആവില്ലെന്ന് അറിയില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി. അവരുടെ പല താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ഈ പറയുന്ന ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാക്കണ ഡയറക്ടറിനെ അല്ലെങ്കിൽ ആക്ടേഴ്സിനൊക്കെ വെച്ചിട്ട് വീണ്ടും സിനിമകൾ ചെയ്യുന്നു. അവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സോപ്പിട്ട് കഴിഞ്ഞിട്ട് ഡേറ്റ് മേടിക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ആക്ടർ, അത് വലിയ മെയിൻ ആക്ടറൊന്നുമല്ല, ഒരു ആക്ടറുടെ പേരൊന്നും പറയില്ല, എൻ്റെ അടുത്ത് വിളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തർക്കിച്ച് മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൊത്തം അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അയാളെ മാറ്റി. അപ്പോൾ ഷൂട്ട് ചെയ്താക്കണതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് പുള്ളി വന്നത്, അതുകൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. എനിക്ക് പറഞ്ഞാൽ അത്യാവശ്യം പൈസ ഒക്കെ പോയി. എന്നാലും ഞാൻ പറഞ്ഞു ഫുള്ള് പൈസ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ചെയ്യാനൊന്നും നമുക്ക് മടിയൊന്നുമില്ല. എങ്കിൽ വന്ന പ്രൊഡ്യൂസേഴ്സിന്, ഡയറക്ടറിന്, ആർട്ടിസ്റ്റിനൊക്കെ ഭയങ്കര പേടിയാണ്. ഇവരോട് ചോദിച്ചു എന്ത് ചെയ്യും? ഇവർ ഒച്ച എടുക്കുമോ? ഇവർ ഷൗട്ട് ചെയ്യുമോ? അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ ഇത് വിട്ടിട്ട് പോവുമോ? ആക്ടറിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ആ എഗ്രിമെൻ്റ് എന്നുള്ള വാക്ക് തന്നെ സംസാരിക്കില്ല. ഹായ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് പ്രൊഡ്യൂസർ വേണു കുന്നപ്പിള്ളി. സർ വെൽക്കം. നമസ്കാരം. സർ, രേഖാചിത്രമായിരുന്നു ജനുവരിയിൽ 2025 ആദ്യ ഹിറ്റ് എന്ന് പറയുന്നത് സാറിൻ്റെ പടം. മാളികപ്പുറവും 2018 ഒക്കെ ശേഷം ഒരു കളക്ഷനിലൊരു റെക്കോർഡും കൂടെ സാറിന് സ്വന്തമായിരിക്കുമായിരുന്നു. എന്താ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്താ? അല്ല, ഇത്രയധികം സിനിമകൾ വന്നു കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു സിനിമ മാത്രം ഇതേപോലെ കളക്ട് ചെയ്യുന്നു, ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷമുള്ളതാണ്. പക്ഷേ ബാക്കിയൊരു 10-30 ആൾക്കാർ ഇത്തരം പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് കളക്ട് ചെയ്യാതെ നിരാശരാകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും നിൽക്കണ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ നമുക്കതൊരു വിഷമവും വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു പോകണം. അപ്പോൾ രേഖാചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അത് എടുക്കുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു അത് ഒരു നല്ല സിനിമയായിരിക്കും എന്നറിയാം. ഇതേപോലെ ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്നല്ല, സിനിമ കാണാൻ തിയേറ്ററിൽ ജനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും നിരാശരാവില്ല എന്നുള്ളതുണ്ടായിരുന്നു. അതേപോലെ തന്നെ സംഭവിച്ചു. അതിൽ AI മമ്മൂട്ടിയെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ജോണർ കൊണ്ടുവരിക, ഇത് കൗതുകത്തിനപ്പുറം അതിലൊരു പരീക്ഷണമുണ്ട്. അപ്പോൾ സാർ അത് യെസ് പറഞ്ഞു കഴിഞ്ഞ് സാറിന് ഏറ്റവും ഒരു ആകുലത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചൊരു കാര്യം എന്തായിരിക്കും? അല്ല, അതിൽ ഈ പറയുന്ന രീതിയിൽ മമ്മൂക്കയുടെ ഒരു AI ചെയ്ത് കഴിഞ്ഞിട്ട് അത് പെർഫെക്റ്റ് ആവാതെ നമുക്ക് ഒരിക്കലും ആ സിനിമ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ ശരിക്കും ഒരു ഡിസംബർ ക്രിസ്മസിനെയും ഇത് റിലീസ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ AI പെർഫെക്ഷൻ വരാതിരുന്നുകൊണ്ട് മാത്രമാണ് വീണ്ടും അത് മാറിയത്. അപ്പോൾ നമ്മളത് പിന്നെ ഇതിൻ്റെ VFX ചെയ്ത ടീമുകളെന്ന് പറഞ്ഞാൽ 2018 ഉണ്ടായിരുന്നതാണ്. അതെ, അപ്പോൾ അവരുടെ വർക്കിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ പോയി. പിന്നെ ഇതിപ്പോൾ ഇഷ്ടംപോലെ ഇതിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചെയ്യാൻ പറ്റാത്തതൊന്നുമല്ല, കുറേ പെർഫെക്ഷന് വേണ്ടി ടൈം പോകുകയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നു, എടുക്കാൻ പറ്റുമെന്നുണ്ടായിരുന്നു. മമ്മൂക്കാനെ എങ്ങനെയാ ഇത് സമീപിക്കുന്നത് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടും? മമ്മൂക്കനെ ഇപ്പോൾ അറിയാലേ, മാമാങ്കം ചെയ്തിട്ടുണ്ട്. ഈ പറയണ ജോഫിന് ഓൾറെഡി പ്രീച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൻഡ്രു ആണെന്നുണ്ടെങ്കിൽ മമ്മൂക്കായിട്ട് ഇത്ര കണക്ഷൻ ഉള്ളതാണ്. ഞാൻ മാമാങ്കം കൊടുത്തിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളെല്ലാവരും മമ്മൂക്കായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ സമയത്ത് തന്നെ മമ്മൂക്കായിട്ട് സംസാരിക്കുകയും മമ്മൂക്കിൻ്റെ അടുത്ത് പെർമിഷൻ കിട്ടിയതിന് ശേഷമാണ് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ആസിഫ് അലി എന്നുള്ള ഒരു ആക്ടർ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട് 2024 അത് പുള്ളി ഡിസേർവ് ചെയ്യുന്ന ഒരു രീതിയിൽ ആളുകൾ സംസാരിച്ചു. അതിൻ്റെ ഒരു തുടർച്ചയായി 25-ലും രേഖാചിത്രം. ആസിഫ് അലി 2018 വർക്ക് ചെയ്താണ്. 2ാം തവണയും പുള്ളി നായകനാവുന്ന ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊഡ്യൂസർ പെർസ്പെക്റ്റീവിൽ ആസിഫ് അലി അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ആസിഫ് അലിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ കുറേ യങ്സ്റ്റേഴ്സായിട്ട് നമുക്ക് നമ്മുടെ സിനിമയിൽ അഭിനയിക്കാതൊക്കെ എനിക്ക് പരിചയമുണ്ടെന്നുണ്ടെങ്കിലും ആസിഫ് അലി ഒരു ജനകീയനായ ഒരു താരമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഇപ്പോൾ 2018 ആണെങ്കിലും
ഈ പറയുന്ന രേഖാചിത്രത്തിലാണെങ്കിൽ തോന്നി. ഞാൻ ജനകീയം എന്ന് പറയണത് മറ്റവരൊക്കെ ഒരു ഞാനത് പല ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് പുറകിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെന്തോ വേറെ ഒരു സാധാരണക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനാ, അല്ലെന്നുണ്ടെങ്കിൽ ഇടപഴകണയിൽ ഭയങ്കര എന്തെന്നാണ് പറയുന്നത്, എപ്പോഴും ഒരു ഗ്യാപ്പ് നിലനിർത്താൻ തോന്നുന്ന ആൾക്കാരൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ അവർക്ക് ഒരു മൈലേജ് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ക്യാമറയൊക്കെ കാണുന്ന സമയത്തും ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ കെട്ടിപ്പിടിക്കുകയും അതൊക്കെ ചെയ്യാറുണ്ട് ചില ഇതിനൊക്കെ. എന്ന് പറഞ്ഞാൽ അതും ഒരു ആക്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ റിയൽ അവർ വളരെ ജനങ്ങളിൽ നിന്ന് ഭയങ്കര അകന്ന് നിൽക്കുന്ന ഒരാൾക്കാരാണ്. അതായത് ബാക്കി എല്ലാ ആൾക്കാർ ഒരു സാധാരണ ആൾക്കാർ, നിങ്ങളൊക്കെ വേറെ എന്തോ ഒരു നിലയിൽ എത്തിയെന്ന് ഉള്ളൊരു മിഥ്യാധാരണയിൽ നടക്കുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയാക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ നമുക്ക് ഈ പറയണ യൂട്യൂബിലൊക്കെ സ്ഥിരം സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നു. പക്ഷേ ആസിഫ് അലി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആരെങ്കിലും കാണിക്കാൻ വേണ്ടി ഉള്ള ഈ പറയണ അഭിനയോ അങ്ങനെ ഒന്നുമില്ലാതെ ഒരു അത്യാവശ്യം ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് വഴി കൂടി കാണുന്ന എല്ലാവരെയും വിളിച്ചു കഴിഞ്ഞിട്ട് ഇത് എടുക്കുന്നല്ല ഞാൻ പറയണത്. എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഒരു ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയാക്കുന്നത്. ആസിഫ് ഖാനോടുള്ള പലരുടെയും ഒരു സ്നേഹം നമ്മൾ ഈ പറഞ്ഞ ഇവന്റുകളിൽ കാണാറുണ്ട്. ഇതുപോലെ പബ്ലിക്കിനൊരു വേറെ രീതിയിൽ തന്നെ ഒരു സ്നേഹം പ്രകടിപ്പിക്കും. ആണ്. അത് ഞാൻ ആസിഫിൻ്റെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വഭാവം നിങ്ങൾ ഒരിക്കലും കൈമോശം വന്നു പോകരുതെന്ന് പറഞ്ഞിട്ട്. കുറേ കൂടി വലിയ ഹിറ്റ് സിനിമകൾ വന്ന സമയത്ത് അറിയാമല്ലോ, ഞാനൊരു സംഭവമായെന്ന് തോന്നരുത് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഓരോരുത്തർ വിചാരിക്കണമാണ്, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് എങ്ങനെ വേണമെന്നുള്ളത്. ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർ വേറൊരു ലോകത്തോട്ട് പോണ പോലെയാണ്. അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ തന്നെയാണ് അത് ആക്കി കൊടുക്കണം എന്നുള്ളതാണ് വാസ്തവം. സാർ തന്നെ നേരത്തെ പറഞ്ഞു ഒരുപാട് സിനിമകൾ സക്സസ് അല്ലാതെ അല്ലെങ്കിൽ തിയേറ്ററിൽ നിന്ന് വാഷ് ഔട്ട് ആയ സിനിമകളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പത്രസമ്മേളനം, അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അടച്ചിടൽ വേണമെന്നൊക്കെ. അപ്പോൾ അതിൽ പറഞ്ഞത് 110 കോടിയോളം ജനുവരിയിൽ നഷ്ടമുണ്ടായി എന്നോ അങ്ങനെ എന്തോ. അത് 30 സിനിമ നഷ്ടത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വരുമല്ലോ. ഒരു സിനിമക്ക് ഒരു 1 കോടിയോ 2 കോടിയൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഇതിലോട്ട് വരുമല്ലോ, സ്വാഭാവികം. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം ചർച്ചകൾ പലയിടത്തേക്ക് എത്തുന്നു, പല വിവാദങ്ങളും ഉണ്ടാകുന്നു. ഇപ്പോൾ ഫൈനലി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ അകത്ത് തന്നെ പല വിഷയങ്ങളും രമ്യതയിൽ എത്തി എന്ന് പറയും. സാറ് ഇപ്പോൾ അതിൻ്റെ അകത്തില്ല അല്ലേ, അസോസിയേഷനിലുള്ള ആളല്ല. പുറത്തു നിന്നാണെങ്കിലും പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ സാർ ഈ വിഷയത്തിനെ എങ്ങനെയാണ് കാണുന്നത്, ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറയപ്പെടുന്ന ഈ ഒരു കാര്യത്തിനെ? ഈ പ്രതിസന്ധി ഞാൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കൂടി ഞാൻ കണ്ട് മനസ്സിലാക്കിയത്, ഇങ്ങനെ ഈ ചേംബറും പിന്നെ അതേപോലെയുള്ള അതിലുള്ള ബാക്കി മെമ്പേഴ്സും ഈ പറയണ ഫെഫ്ക, അതേപോലെ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ, പിന്നെ ഫിയോക്ക്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതിൻ്റെ പ്രസിഡന്റ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആൻഡ്രൂ ജോസഫ് ഉണ്ടായിരുന്നില്ല. പുള്ളി എനിക്ക് തോന്നുന്നു മറ്റേ ഷൂട്ടിംഗ് കാരണം ലീവിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ളത് ഇതിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ളത് സുരേഷ് ചേട്ടനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മീറ്റിങ്ങിൽ എന്താണ് ഡിസിഷൻ എടുത്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് പറയണം. ഇപ്പം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ പറ്റില്ല, ആരെങ്കിലും ഒരാളായിരിക്കും സംസാരിക്കണം. അപ്പോൾ ആ മീറ്റിങ്ങിലെടുത്ത കാര്യം ഒരാൾ പറഞ്ഞിട്ട് അയാളെ ടാർഗറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒന്ന്, പിന്നെ ഈ പറയണ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒരു FB പോസ്റ്റ് വെച്ചിട്ടാണ് സംസാരിച്ചത്. അതിൽ പറഞ്ഞാക്കണ കാര്യം ഈ പറയണ ഒരു ബഡ്ജറ്റിനെ പറ്റി, ഈ എമ്പുരാൻ്റെ ബഡ്ജറ്റിനെ പറ്റി പറയാൻ സ്വാഭാവികമായിട്ടും ആ ബഡ്ജറ്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചിലപ്പോൾ മാർക്കറ്റിംഗ് പ്ലാനുകൾ, പിന്നെ ഈ OTT സാറ്റലൈറ്റിൻ്റെ ബിസിനസ്സിൽ അതിനൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ എഫക്റ്റ് ആവില്ലെന്ന് അറിയില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി എങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു സിനിമയാണെങ്കിലാണ് എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിൽ അങ്ങനെ ആൻ്റണി പെരുമ്പാവൂരിന് സ്വാഭാവികമായിട്ടൊരു വിഷമം ഉണ്ടാവും. ഇതിനിടെ വരാൻ പോണതാണ്, 27-ന് വന്നതാണ്, അങ്ങനത്തെ ഒരു സിനിമയെ പറ്റി പറഞ്ഞത്. പക്ഷെ അതിലെനിക്ക് തോന്നിയത് അത് കുറേ ആൾക്കാർ അത് ഷെയർ ചെയ്തിരുന്നു, പ്രത്യേകിച്ചും ഈ പറയണ ആക്ടേഴ്സ്. അപ്പോൾ അത് ഈ പറയണ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഒരു സീനിയർ ഒരാൾക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിനെ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോങ് മെസ്സേജ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് ചെയ്തൊന്നും എനിക്കറിയില്ല. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും എത്രയോ വർഷങ്ങളായിട്ടുള്ള ഇതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ അടുത്ത് അത് പിൻവലിച്ചു. അപ്പോൾ അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ
ഡിസ്കസ് ചെയ്തിട്ടെല്ലാം സോൾവ് ആയിട്ടുണ്ടാവും. അതെ, അതെ. ഈ അടച്ചിടൽ എന്നുള്ളൊരു ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയമൊക്കെ ബന്ധപ്പെട്ട് സാർ ഇട്ടൊരു FB പോസ്റ്റിൽ പറയുന്നത് ഈ യുവ കുമാരന്മാർ പല പൈസയും ചോദിക്കാം, അത് കൊടുക്കേണ്ടതില്ല എങ്കിൽ നമ്മൾ കൊടുക്കണ്ടെന്ന് പറയണം. പലപ്പോഴും നഷ്ടത്തിന്റെ കണക്ക് പറഞ്ഞ് പരിതപിക്കുന്ന സമയത്ത് ഈ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളാണ് ഇതിനൊരു തടയിടേണ്ടത്, അല്ലെ അവരാണ് ഇതിന് ശരിക്കും കുട പിടിച്ച് കൊടുക്കുന്നത്. 100%. അത് ഞാൻ FB പോസ്റ്റ് ഇട്ടത് ഞാൻ ഇപ്പോഴും അത് ഉറച്ചു നിൽക്കുന്നു. അതായത് ഞാൻ അതിൽ പറഞ്ഞതാണ്, അതായത് 30 സിനിമകൾ ഭീകരമായ നഷ്ടത്തിൽ പോയി. കഴിഞ്ഞ വർഷം ഏതാണ്ട് 220 സിനിമകൾ റിലീസായി, അതിലേതാണ്ട് 22-23 സിനിമകൾ മാത്രമാണ് ഈ പറയുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊരു വലിയൊരു അത്ര എന്താ പറയണ ഒരു സുഖകരമായ കാര്യമല്ല. ഒരു ആൾക്കാർ ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനെ എവിടെ നിന്നും അധ്വാനിച്ച് വന്നാക്കണ പൈസ അല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത് വന്നത് എല്ലാവരും ചിന്തിക്കണം. പ്രത്യേകിച്ച് ഇത് ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അസോസിയേഷൻ ഉണ്ട്. ഈ പറയണം 30 അല്ലെങ്കിൽ 220 സിനിമകൾ ചെയ്താക്കണതെല്ലാം ഈ അസോസിയേഷൻ്റെ അണ്ടറിൽ ആണ് വന്നത്. ആദ്യം അവർ അപ്രോച്ച് ചെയ്യണം, രജിസ്ട്രേഷൻ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരാണല്ലോ ഇതിൽ ഏറ്റവും അധികം ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് ഇത്ര അധികം നഷ്ടങ്ങൾ വരുന്നു, നമ്മുടെ മെമ്പേഴ്സിന് ഇത്ര നഷ്ടങ്ങൾ വരുത്താതിരിക്കാൻ നോക്കുക. ഏതോ ഇതിലും അങ്ങനെ തന്നെയാണല്ലോ, മെമ്പേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഒരു അസോസിയേഷൻ ഉള്ളത്. അപ്പോൾ അവരത് ചിന്തിക്കേണ്ടതാണല്ലേ എന്തുകൊണ്ട് ഇങ്ങനെ വന്നി. അപ്പോൾ അതിനുള്ള റീസൺ ഈസി ആയിട്ട് എല്ലാം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് അവരൊരു സൊല്യൂഷൻ കാണുക. അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണ്, ഇത്രയധികം ആൾക്കാർ വന്നാക്കണം. ഇതിലധികം സിനിമയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എല്ലാ ആഴ്ചയിലും വന്ന സിനിമകൾ ആരും ശ്രദ്ധിക്കപ്പെടണ പോലും ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഒരു ശ്രദ്ധയിലോട്ട് അതിൻ്റെ പേര് പോലും അറിയണില്ല. അങ്ങനത്തെ സിനിമകൾ വന്നിട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സിനിമയുടെ ഒരു അതിപ്രസരമുണ്ട്. അതായത് ഈ മലയാളം പോലെ മലയാള ഇൻഡസ്ട്രി പോലെ ഒരു ചെറിയൊരു മാർക്കറ്റിലോട്ടാണ് ഇത്രയധികം സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ചയിൽ ചിലപ്പോൾ ഒരു സിനിമ അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു സിനിമയൊക്കെ റിലീസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊന്ന്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം സിനിമകൾ ഈ OTTയിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു OTT ചെല്ലുന്ന സമയത്ത് അവർ ഇത് ഏറ്റവും റേറ്റ് കുറച്ചൊക്കെ ചോദിക്കണം, അല്ലെങ്കിൽ അവർ എടുക്കണില്ല. ഞാൻ അവർക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇത് തന്നെ. അപ്പോൾ സാറ്റലൈറ്റ് ആയാലും ഓവർസീസ് എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പോൾ ചെയ്യേണ്ടതാണ് ഈ അസോസിയേഷൻ ഇടപെട്ട് കഴിഞ്ഞിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സിന് കറക്റ്റായിട്ടുള്ള അവർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുക. ഇന്നതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ സിനിമയിൽ ഇങ്ങനെ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ടർ, ആ ഡയറക്ടറിൻ്റെ ഒരു ക്യാരക്ടർ ഇന്നതാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു പുതിയ ഒരാളാണ്, ഞാനിവിടെ ഇപ്പോൾ ദുബായിൽ അല്ലെങ്കിൽ USA അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ബിസിനസ് ചെയ്യണ ഒരു സിനിമ എടുക്കാനുള്ളൊരു മോഹമായിട്ട് ഇവിടെ വരുന്നു. അപ്പോൾ എനിക്കറിയില്ല ഇവിടെ എന്താണെന്നൊന്നും അറിയില്ല. 1-2 പേരോട് ചോദിക്കും, ചിലപ്പോൾ അവരത് കറക്റ്റായിട്ട് പറയില്ല. ചിലപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഉഡായിപ്പിൻ്റെ ഏറ്റവും ആളായിരിക്കും, എനിക്കറിയില്ല. ഞാൻ അയാൾ ചെന്ന് പെട്ട് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നാളെ എൻ്റെ എല്ലാ ഇത് പോകണം. അതാണ് ഈ പറയണ 30 സിനിമ നഷ്ടത്തിൽ ഒരു സിനിമയും കൂടി ആഡ് ആവണം. അപ്പം ഞാൻ അതിൽ ഫേസ്ബുക്കിലിട്ടത് ഇവരാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. ഇവർക്കിടെ അടുത്ത് നമ്മളൊരു ഇത് സൈൻ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ പറയുന്നുണ്ട് ഇന്ന ആളാണ് ഡയറക്ടർ, ഇന്നതാണ് ആക്ടർ, ഇന്നതാണ് അത്യാവശ്യം ഇതൊക്കെ ഫില്ല് ചെയ്യേണ്ടത്. ഇവർ വിളിച്ചു കഴിഞ്ഞിട്ട് പറയുക ഈ ഡയറക്ടർ ഇതിന് മുന്നേ ചെയ്താക്കുന്ന സിനിമകൾ ഇന്നതാണ് അവർ പറയണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അപ്രോച്ച് ചെയ്യണവരൊന്നും സത്യം പറയില്ല. ലോസിലാണെങ്കിൽ പോലും അവർ പറയണമെന്ന് വെച്ചാൽ വേറെ കഥകളായിരിക്കുമല്ലോ പറയണത്. നമുക്കിത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ടുള്ള വേറെ അങ്ങനത്തെ ഒരു ചാൻസ് ഒന്നും പുതിയ ആൾക്കാർ കിട്ടില്ല. അപ്പോൾ ഇവർ ഈ പറയുന്ന പ്രൊഡ്യൂസറിനാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, അസോസിയേഷൻ. അവർ കറക്റ്റായിട്ടുള്ള കാര്യം പറയാം. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, ഇയാളുടെ ഹിസ്റ്ററി ഇന്നതാണ്, ഇയാൾ ഇത്ര സിനിമ ചെയ്ത് അതിൽ ഇത്ര സിനിമകളെല്ലാം ലോസാണ്. ഇപ്പോൾ ഒരു ആക്ടറാണെന്നുണ്ടെങ്കിൽ ഒരു ആക്ടറെ സെലക്ട് ചെയ്തിട്ടാണല്ലോ ഈ ആക്ടർ ഇതിന് മുന്നേ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, അയാൾ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത്, ഇയാൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, ഇയാൾ പ്രൊമോഷൻ വരാത്ത ആളാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഡേയ്സ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ വേണം, ഇങ്ങനെയൊക്കെ ഇഷ്ടംപോലെ പ്രശ്നമുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ. അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ചിലപ്പോൾ ഈ വന്ന ആൾ വിചാരിക്കും ശരി സിനിമ ചെയ്യണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ. വിചാരിച്ച പോലെയല്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരോട് എക്സ്പ്ലെയിൻ ചെയ്യുക OTT എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞതാണ്. ഇത്ര അധികം ഓടിയാക്കണ സിനിമ, ഈ പറയണ സൂപ്പർ ഹിറ്റായ സിനിമക്ക് പോലും OTT സാറ്റലൈറ്റ് കിട്ടുന്നില്ല. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം ഇവർ. ഇത് പറഞ്ഞ് മനസ്സിലാക്കാതെ അവരുടെ പല താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ഈ പറയുന്ന ഏറ്റവും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാക്കണ ഡയറക്ടറിനെ അല്ലെങ്കിൽ ആക്ടേഴ്സിനൊക്കെ വെച്ചിട്ട് വീണ്ടും സിനിമകൾ ചെയ്യുന്നു. അവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സോപ്പിട്ട് കഴിഞ്ഞിട്ട് ഡേറ്റ് മേടിക്കുന്നു. ഇതൊക്കെയാണ് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വിഷമം കൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. പ്രൊഡ്യൂസേഴ്സ് ഒന്നിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമാണ്. പക്ഷേ ഇവിടെ ഒരിക്കലും അത് നിൽക്കണില്ല. എൻ്റെ ഒരു അറിവിൽ ഒരിക്കലും നിൽക്കണില്ല. ഓരോരുത്തർ ഇപ്പം തന്നെ എത്രയോ സിനിമകൾ ഡീഗ്രേഡിങ് നടപ്പുണ്ട്. ഇവരുടെ മെമ്പേഴ്സിൻ്റെ ഒരു സിനിമ തന്നെയാണ്, ഏതെങ്കിലും ആയിക്കോട്ടെ സിനിമ, അസോസിയേഷൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് വേറൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ ഇറങ്ങുന്ന സിനിമകളെല്ലാം ഇപ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ ഇവിടെ
പല തിയേറ്ററിന് പോകുന്നു ഇതിലോട്ട് വന്നിട്ടുണ്ട്. ഞാനത് എടുത്ത് പറയണില്ല ഏതിലാണ് വന്നതെന്ന് അറിയില്ല. സിനിമയുടെ ലിങ്ക് വരുന്ന കാണുന്നുണ്ട്. ഇവർ ഇതുവരെയും അതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഗവൺമെൻറ് അപ്രോച്ച് ചെയ്യാമല്ലോ. ഇവിടുത്തെ ഗവൺമെൻറ് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദുബായിലൊക്കെ നമുക്ക് എത്രയോ ചാനലുകൾ ഒന്നും കാണാൻ പറ്റണില്ല, നമുക്ക് ഓൺലൈനിൽ നമുക്കില്ല. അവർക്ക് ഏത് വേണമെങ്കിലും ബ്ലോക്ക് ചെയ്യാനുള്ള സിസ്റ്റം. ഇവിടെ എന്തുകൊണ്ട് ബ്ലോക്ക് ചെയ്യണമെന്നില്ല? ഇത് പ്രത്യേകിച്ച് നമ്മുടെ സിനിമ ഇപ്പം ഈ രേഖാചിത്രം തന്നെ ഇറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പല ആൾക്കാരും നമ്മുടെ അടുത്ത് പറഞ്ഞു നല്ല സിനിമയാണ്, നമ്മൾക്ക് പിന്നെ ഇന്നതിലാണ് കണ്ടത്, വീട്ടിൽ തന്നെ ഇരുന്നാണ് കണ്ടതെന്ന് പറയുമ്പോൾ ഒരു മടിയില്ല പറയാനായിട്ട്. അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്. അപ്പം ഞാൻ പറയണത് ഇങ്ങനെയൊക്കെ കുറച്ച്, അതായത് ഒരു പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ ഇവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതിലൊന്നും ഇത് ചെയ്യുന്നില്ല. ഡീഗ്രേഡിങ് ആയിക്കോട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പുതിയ പല പ്ലാറ്റ്ഫോമിലും വന്നതാക്കട്ടെ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഇല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് അവർക്ക് ഒരു കറക്റ്റ് ഒരു കൗൺസിലിംഗ്, പേരിനൊക്കെ കൗൺസിലിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതുവരെ ആരും കൗൺസിലിംഗ് എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇപ്പം ഞാൻ എത്രയോ ഡയറക്ടർമാരോട് ഈ ഡയറക്ടർ നല്ലതാണെന്ന് മോശമായെന്ന് ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ഇവർ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഈ ഒരു പബ്ലിക്കായി വന്ന പത്രസമ്മേളനത്തിൽ ഒരു സംവിധായകനെ പറ്റി അല്ലെങ്കിൽ അയാളുടെ സിനിമയ്ക്ക് സംഭവിച്ചത് അയാളുടെ പടമെടുത്ത പ്രൊഡ്യൂസർ പറയുമ്പോൾ അപ്പുറത്ത് അയാളുടെ സിനിമ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് അങ്ങനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പൊ ഒരു സംവിധായകനെ മാറ്റി വിചാരിച്ചിട്ട് ഇൻഡസ്ട്രിയിലൊന്നും രക്ഷപ്പെടാൻ ഇതിൽ കുറെ ആൾക്കാരുണ്ട്, യാതൊരു ആത്മാർത്ഥയില്ലാത്ത ആൾക്കാരുണ്ട്. അതായത് ഒരു ബഡ്ജറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ബഡ്ജറ്റിൽ തന്നെ ഉറച്ചു നിൽക്കാത്ത എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ അവർക്കൊന്നും യാതൊരു രീതിയിലോ ഏതെങ്കിലും ഒരു പണിഷ്മെന്റാ അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി സിനിമ മേഖലയിൽ പോലും അവരെ എക്സ്പോസ് ചെയ്യണില്ല, ഇങ്ങനെയാണ് സംഭവിച്ചാക്കണേന്ന് അറിയണില്ല. അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ഒരു സിസ്റ്റമാണ്. വലിയ സ്വപ്നമായിട്ടാണ് ഒരു പ്രൊഡ്യൂസർ ഒരുത്തൻ സിനിമ എടുക്കാൻ ചെല്ലുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ആൾ വെച്ചെടുക്കാം, ഇന്നതായിരിക്കും, ഇതിൻ്റെ OTT ഇതായിരിക്കുള്ളൂ, സാറ്റലൈറ്റ്, ഇങ്ങനെ ഭയങ്കര മോഹന വാഗ്ദാനങ്ങളാണ് തന്നെ. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പൈസയും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 2-3 കോടി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ അറിയണത്. യാതൊരുവിധ ഇതുമില്ല, എല്ലാം ഒരു കുത്തഴിഞ്ഞ പരിപാടി ആയിരിക്കുള്ളൂ. നമുക്ക് പിന്നെ ഒരു രക്ഷയില്ല. എന്താണ് അങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇങ്ങോട്ട് പറ്റില്ല, നാണക്കേട്, നാട്ടുകാർ കളിയാക്കും, വീട്ടുകാർ കളിയാക്കും, ഒരുമാതിരി ടോർച്ചറിങ് ആയിരിക്കുള്ളൂ പിന്നെ സംഭവിക്കും. അപ്പോൾ പിന്നെ ഡയറക്ടർ തന്നെ പറയും ഞാൻ വേറെ ഒരാളെ കൊണ്ടുവന്നോളാം, നീ സൈഡിലോട്ട് നിന്നോന്ന് പറയും. നിൽക്കാൻ ബാധ്യസ്ഥനാവേണം, അല്ലെങ്കിൽ അവനെ ഇറക്കിയാക്കണ പൈസ പോകും. അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ ഞാൻ പറയണത് കറക്റ്റായിട്ട് വിളിച്ച് സംസാരിക്കുകയും ഇവരുടെ അസോസിയേഷൻ ആണെങ്കിൽ ആ അസോസിയേഷനിൽ ചെന്നിട്ട് പറയുക, ആദ്യം ഇതാണ് പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഇതാണ് സംഭവിച്ചാക്കണം, അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ തരിക. ഇത് ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കണ്ടല്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഇടരുത്. ഞാനൊരു ഡയറക്ടറാണ്, ഇതാണ്, പക്ഷേ എനിക്ക് ബഡ്ജറ്റ് ഇടാനും പറ്റില്ല. ഈ സിനിമ അങ്ങനത്തെ സിനിമയാണ്. ചില തെലുങ്ക് സിനിമകളൊക്കെ കാണാം, ഒരു എന്താണ് പറയണത്, അങ്ങനെ പോണതുണ്ട്. അതിപ്പോൾ പൈസ ഉള്ളവർ വന്നാൽ മതി. ഇപ്പോൾ പൈസ ഉള്ളവരെ സംബന്ധിച്ച് ബഡ്ജറ്റ് കൂടിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയണത് സാധാരണക്കാരെ പറ്റി. എഗ്രിമെന്റ് ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡ്യൂസർ, ഞാൻ പറയണ വലിയ ഇതായിട്ടുള്ള പ്രൊഡ്യൂസറിൻ്റെ പറ്റിയല്ല പറയണം, ആ പ്രൊഡ്യൂസറും ആണെങ്കിലും എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യലൊക്കെ ഇതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന പ്രൊഡ്യൂസേഴ്സിന്, ഡയറക്ടറിന്, ആർട്ടിസ്റ്റിനൊക്കെ ഭയങ്കര പേടിയാണ്. ഇവരോട് ചോദിച്ചു എന്ത് ചെയ്യും, ഇവർ ഒച്ചെടുക്കുമോ, ഒരു ഷൗട്ട് ചെയ്യുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ ഇത് വിട്ടിട്ട് പോവുമോ. ആക്ടറിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ആ എഗ്രിമെൻ്റ് എന്നുള്ള വാക്ക് തന്നെ സംസാരിക്കില്ല. ഇനി അത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്താ വെച്ചാൽ ഓരോ മിക്ക ആക്ടേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് അത്യാവശ്യം ബിസിനസ്സുള്ള ആക്ടേഴ്സിന് മുന്നിൽ ഇഷ്ടംപോലെ സിനിമകൾ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആക്ടർ ഒരു ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഒരു എഗ്രിമെൻറ്റോട് സൈൻ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ഗെറ്റ് ഔട്ട് അടിക്കുക. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും അതിന് റെഡി ആവണില്ല. ഒരു ബിസിനസ്സിനപ്പുറം ഒരു ഇമേജ് പ്രശ്നം അവിടെ വരുന്നുണ്ട്. അതായത് ഞാൻ ഇവരെയൊക്കെ വെച്ചൊരു സിനിമ എടുക്കാൻ പോവുകയാണെന്ന് അനൗൺസ് ചെയ്തു പോയി, അല്ലെ തുടങ്ങാൻ പോവുകയാണ്, അതിൽ തന്നെ ഇപ്പം എല്ലാം ന്യൂസ് പെട്ടെന്ന് തന്നെ. അല്ല, അത് സത്യമാണത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരോടുള്ള ഒരു ആരാധന ചിലപ്പോൾ ഒരു ഇത് കഴിയുമ്പോൾ നമുക്കൊരു ഇവരെങ്ങനെ ആയിരിക്കും ഇത് ചെയ്യാൻ പോണത് എന്ന് പറയും. അവർ വളരെ മോശമായിട്ട് തന്നെ ആയിരിക്കും പെരുമാറാൻ പോണത്. അത് തന്നെയാണ് ഇതിലൊരു വാസ്തവം. ഒരുമാതിരി ആക്ടേഴ്സ്, ബിസിനസ്സുള്ള ആക്ടേഴ്സ്, ഞാൻ പറയണ ഒരു ബിസിനസ്സും ഇല്ലാതെ വെറുതെ വീട്ടിൽ വാട്സപ്പ് നോക്കിയിരിക്കണ ആളെ പറ്റിയല്ല. അവർ എന്ത് എഗ്രിമെൻ്റ് വേണമെങ്കിലും സൈൻ ചെയ്തു, അതേപോലത്തെ ഉള്ള ഡയറക്ടേഴ്സും എന്ത് വേണമെങ്കിലും സൈൻ ചെയ്തു. ഞാൻ പറയണത് അത്യാവശ്യം ബിസിനസ്സുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒന്നാമക്കാരും ഈഗോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവരെ കണ്ടുപിടിക്കണം എങ്ങനെയാണ് ഈ ഈഗോ വെച്ചുകൊണ്ടിരിക്കണതെന്ന് പറഞ്ഞാൽ മനസ്സിലായത്. ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സെക്കൻഡുകളെങ്കിലും നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട് ഒരു റിപ്ലൈ കൊടുക്കണേ. ഇതതൊന്നുമില്ല. അതായത് ഓൺ ദ സ്പോട്ട് അവർ ഇത് പറയും,
സത്യമായിട്ട് നടക്കണ കാര്യമാണ്. ആരെങ്കിലും ഇപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടായെന്ന് വിചാരിച്ച ഉള്ള കാര്യം പറയാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാനിപ്പോൾ ആദ്യം നമ്മൾ ഈ യൂത്തിൻ്റെ പറഞ്ഞപ്പോഴേ 2018 മാളികപ്പുറം ഇതിലെല്ലാം ഇപ്പം അല്ലാതെ തന്നെ പ്രസൻറ്റ് ചെയ്തിട്ട് ആനന്ദ് ശ്രീബാലയാണെങ്കിലും ചാവേറിലും ഒക്കെ യൂത്ത് വരുന്നുണ്ട്. ഒരുപാട് നടന്മാരുടെയും നടിമാരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എൻ്റെ ഈ സിനിമാ ജീവിതത്തിൽ ഇത്ര ഇപ്പോൾ ഈ പറയണ ഹോളിവുഡ് സിനിമയും കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 10 സിനിമ ഞാൻ ചെയ്തത്. അതിൽ ഒരു സിനിമയിൽ മാത്രം ഒരു ആക്ടർ, അത് വലിയ മെയിൻ ആക്ടറൊന്നുമല്ല, ഒരു ആക്ടറുടെ പേരൊന്നും പറയില്ല, എൻ്റെ അടുത്ത് വിളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് തർക്കിച്ച് മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ കുറച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മൊത്തം ആൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അയാളെ മാറ്റി. അപ്പോൾ ഷൂട്ട് ചെയ്താക്കണതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് പുള്ളി വന്നത്, അതുകൊണ്ട് സംസാരിക്കാന്നുള്ളത്. എനിക്ക് പറഞ്ഞാൽ അത്യാവശ്യം പൈസ ഒക്കെ പോയി. എന്നാലും ഞാൻ പറഞ്ഞു ഫുള്ള് പൈസ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ചെയ്യാനൊന്നും നമുക്ക് മടിയൊന്നുമില്ല. സക്സസ് സെലിബ്രേഷൻ ഇപ്പം അത് കുറച്ചൊന്ന് കുറഞ്ഞു തോന്നുന്നു. കഴിഞ്ഞ വർഷമൊക്കെ അത് ആദ്യത്തെ ദിവസം തന്നെ സക്സസ് സെലിബ്രേഷൻ എന്നൊക്കെ കളിയൊക്കെ പറയുന്നത് ഞാൻ തമാശക്ക് നമ്മുടെ സിനിമയിൽ പറയും, ഇവിടെ എറണാകുളത്ത് ഇടപ്പള്ളിയിലൊക്കെ 1-2 തിയേറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കേക്കിൻ്റെ ഒരു ഷോപ്പ് ഓടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ബിസിനസ്സായി. ജനങ്ങൾ ഒരു 10 പേര് പോലും കാണാത്ത ഇതാണെങ്കിൽ പോലും കേക്ക് കട്ടിങ്ങിന് യാതൊരു ക്ഷാമമില്ല. ഞാൻ ഈ അടുത്തും പറഞ്ഞിരുന്നു കേക്കിന് ഇത്ര ബിസിനസ് ആണെന്ന് വെച്ചാൽ ഒരാഴ്ച വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 10 സിനിമയും 5 സിനിമയൊക്കെ എന്തായാലും കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും ഡെയിലി കേക്ക് കട്ടിക്കണം. ആകെ ഓരോ നാട്ടിൽ പോകുമ്പോഴും കേക്ക് അല്ല. പക്ഷെ അതൊരു ഒരു കാലത്ത് പറഞ്ഞിരുന്നു OTT-കാർ എടുക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കേണ്ട മിക്സ് കാണിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണോ അതിന്റെ സത്യം? OTT ഒരു ചെറിയ കാലഘട്ടത്തിൽ അതായത് നമ്മുടെ ഈ പോസ്റ്റ് കോവിഡിൻ്റെ എനിക്ക് അത് കഴിഞ്ഞിട്ട് 1 വർഷം 2 വർഷത്തോളം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പല പ്രൊഡ്യൂസേഴ്സ് അവരെ നല്ല ക്ലീനായിട്ട് പറ്റിച്ചിരുന്നു. അതിലൊരു സംശയമില്ല. എന്തെങ്കിലുമൊക്കെ ഉടായ്പ സിനിമകൾ എടുക്കും, ഇവരുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് 5 കോടി കഴിഞ്ഞ് 25 കോടി എന്ന് പറയും. ഇതൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതിന് തിരിച്ചവർ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര നല്ല സിനിമയാണ് തിയേറ്ററിൽ ഓടിക്കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കസേരയിൽ ഇരുന്നിട്ട് ചോദിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തലയടിച്ച് കഴിഞ്ഞിട്ട് താഴോട്ട് വിടും. ആ രീതിയിലൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചാലേ വരും. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ ആവശ്യമില്ലാതെ കേക്ക് കട്ട് ചെയ്യുകയും ഈ പറയണ ഇത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTT-ക്ക് മനസ്സിലായി ശരി ഇവർ നമുക്ക് പണിയാന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ തിരിച്ചു തന്നുകൊണ്ടിരിക്കണം. അതാണ് ഇപ്പോൾ സത്യം. ഇപ്പം എൻ്റെ ഈ പറയണ സിനിമകളൊക്കെ രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ എത്രയോ നമ്മൾ അതായത് റിലീസ് ആവണതിന് പിന്നെ നമ്മൾ ചിന്തിക്കണില്ല, നമ്മൾ ആരുടെ അടുത്ത് പോകണില്ലെന്ന് ഞാൻ ഒരിക്കലും എടുക്കില്ല. ഫുള്ള് സിനിമയൊക്കെ നമ്മൾ ഇവരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പണ്ട് നമ്മളൊരു ട്രെയിലർ ടീസർ ഇറക്കണം എന്ന് പറഞ്ഞ് ഇവരെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പോൾ ട്രെയിലറിൻ്റെ മുഴുവൻ സിനിമ തന്നെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തിയേറ്ററിൽ ഇത് ആൾക്കാർ കാണട്ടെ എന്നാണ്. ഇപ്പോൾ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ ചെറിയ എമൗണ്ട് പറയും, വേണമെങ്കിൽ മതി. അതെന്ന് വെച്ചാൽ മലയാളം സിനിമ എടുക്കാനായിട്ട് വലിയ താല്പര്യമൊന്നുമില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ OTT-യിൽ ഈ പറയുന്ന കോടികളും എടുത്ത് ഇരിക്കുന്ന സമയത്ത് ആ OTT-യുടെ ഒരു സബ്സ്ക്രിപ്ഷൻ പൈസ കൊടുക്കണ്ട, അതുപോലും കൊടുക്കാൻ മടിയായി കഴിഞ്ഞിട്ട് വേറെ അവിടെ വേറെ സാധനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ പിന്നെ ഇവർക്ക് എവിടെ നിന്നാണ് പൈസ? ഞാൻ OTT-യിൽ വേറെ പരസ്യം ഒന്നും വരുമാനമൊന്നും ഇല്ല. ആകെ ഇതും പിന്നെ അതേപോലെ തന്നെ ഈ നെറ്റ് പ്രൊവൈഡറിൻ്റെ ഇവർ 2 ഇൻകം മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഹിന്ദി ചർച്ചകളിലടക്കം മലയാള സിനിമയെ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. ഏറ്റവും നല്ല ഇപ്പം മലയാളം റെപ്രസെൻറ്റ് ചെയ്ത് ആക്ടേഴ്സ് ഉള്ളപ്പോഴും അല്ലാതെയൊക്കെ അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചർച്ചയാകുമ്പോഴും മലയാള സിനിമയെ വേണ്ട OTT-ക്ക് എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും? അല്ല, ഇവർക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം കണക്കുണ്ടല്ലോ. അല്ലാതെ ഒരു സിനിമ എടുത്ത് ആ സിനിമ നമ്മൾ ഏതെങ്കിലും ഒരു മൈതാനത്തുകൊണ്ടായിട്ട് സിനിമ വെച്ച് കഴിഞ്ഞിട്ട് കുറേ ആയിരക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ അവരൊക്കെ വേറെ പണിക്കിരിപ്പുണ്ടാവാം. നമുക്കൊരു കണക്ക് കാണാൻ പറ്റില്ല. എത്ര ആൾക്കാരാണ് ഈ സിനിമ കണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. OTT എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പ്രോപ്പറായിട്ടുള്ള കണക്കുണ്ട്. അപ്പോൾ അവരത് നോക്കിക്കഴിയുമ്പോൾ ഇപ്പോൾ 10 കോടിയുടെ ഒരു സിനിമ 10 കോടിക്ക് അവരൊരു സിനിമ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ആൾക്കാരെങ്കിലും കാണണം. അതൊന്നും. രണ്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഇറങ്ങിയതുകൊണ്ട് ഇത്ര പേരെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടാവണം. രണ്ടാമത്തേത് അവർക്ക് അറിയാൻ പറ്റും. എന്നുവെച്ചാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഏതാണ് ഏതെങ്കിലും നെറ്റ് ഉപയോഗിച്ചിട്ടാണല്ലോ. അപ്പോൾ അവർക്ക് അവരായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ആ ഒരു നെറ്റിൻ്റെ കണക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ഇന്ന സിനിമയാണ് കണ്ടാക്കണേന്ന് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാത്തിനും ഇപ്പോൾ കമ്പ്യൂട്ടറിലാണ്, അല്ലാതെ ആരെങ്കിലും അതിൽ അടിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇവർക്കറിയാം ഒരു മലയാള സിനിമയിൽ നിന്ന് എത്ര പൈസ കിട്ടുന്നുണ്ട്, തമിഴ് സിനിമയിൽ നിന്ന് എത്രയുണ്ട്, തെലുങ്കുണ്ട്, ഹിന്ദിയെന്ന്. അതുകൊണ്ടല്ല ഇപ്പോഴും തെലുങ്ക് സിനിമകൾ ഇത്ര വലിയ ഇത് മേടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാള സിനിമയിൽ നിന്ന് അവർക്ക് ആ രീതിയിലുള്ളൊരു ഇൻകം കിട്ടുന്നുണ്ടായിരിക്കില്ല. അതാണ് സിമ്പിളായിട്ടുള്ള കാര്യം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമല്ലാതിരിക്കുന്നത് കൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ട്? അല്ല, ഞാൻ ഇന്നാളൊരു ഹൈദരാബാദിലായിട്ടൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, അതായത് അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയണ്ട് ഞാനല്ലെന്ന്. എന്തെങ്കിലും അതുകൊണ്ടൊരു ബെനിഫിറ്റ്സോ ബെനിഫിറ്റ് അല്ല. പക്ഷെ അതിനുശേഷം അവിടെ നിന്ന് ഒരാൾ എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, താങ്കൾ ആരാണ് പറഞ്ഞത് മെമ്പർ താങ്കളെ മെമ്പർ ആക്കിയിട്ടുണ്ട്.
എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ എന്തായാലും പൈസ കൊടുത്തിട്ടില്ല. അപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. 40,000 വീണ്ടും കൊടുക്കണം. അതെ ഞാനത് കൊടുത്തില്ല. പക്ഷേ ഇതുവരെയായിട്ട് ഒരു കാര്യങ്ങളും ഒരാൾ ഫോൺ ചെയ്ത് പോലും എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പം ഈ പ്രശ്നങ്ങൾ നടക്കണം, ഒരു ജനറൽ ബോഡി വരാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ വേറൊരു ഒന്നുമില്ല. പിന്നെ എന്താ വെച്ചാൽ അതിൻ്റെ ടോപ്പിൽ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും സിനിമകൾ ചെയ്ത് തഴക്കവും പഴക്കവും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ തീരുമാനം എടുക്കുന്നു, അവർ തന്നെ മുന്നോട്ട് പോകുന്നു, അവരുടെ ചുറ്റും നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ഒന്നും ചിലപ്പോൾ അവർക്ക് ആവശ്യം ഉണ്ടാവുമായിരിക്കില്ല. അവർ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മളോട് വിളിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനാ എന്താണെന്ന് അറിയാനത് ചെയ്യണം. അപ്പം ഞാൻ ഇതുവരെ ഒരു കോള് പോലും എനിക്ക് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ വിചാരിക്കണം അതുകൊണ്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം അത് തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതേപോലെയൊക്കെ ഇരുന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം. ആദ്യ സിനിമയെ പറ്റി ഏതോ ഒരു FB പോസ്റ്റിൽ തന്നെ ക്വാട്ട് ചെയ്ത് ആദ്യ സിനിമയെ പഴികേക്കപ്പെട്ടവനാണ് ഞാനെന്ന് പറഞ്ഞിട്ടുണ്ട്. മാമാങ്കം ഡിഗ്രേഡിങ് പണ്ട് ചർച്ചയായതാണ്. അതേസമയം മാമാങ്കത്തിൻ്റെ കളക്ഷനും പോസ്റ്ററുകളിൽ ഇപ്പോഴും നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ശരിക്കും മാമാങ്കത്തിന് എന്താണ് ഫൈനലി സംഭവിച്ചിട്ടുള്ളത്? മാമാങ്കം ഒരു എന്താ പറയണം, ആദ്യം തുടങ്ങി തന്നെ പ്രശ്നങ്ങൾ പറ്റിയൊരു സിനിമ, സംവിധായകനും ബിഗിനിങ് തുടങ്ങി തന്നെ. അത് അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വ്യക്തികൾക്ക് ഓരോ സ്വഭാവം ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ അത് വിട്ട് കളഞ്ഞിട്ട് പോണ ഒരു സ്വഭാവക്കാരുണ്ട്. ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്ത് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഇതിൻ്റെ ഒരു അവസാനം കണ്ടിട്ട് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ആ സെക്കൻഡ് കാറ്റഗറി പെട്ട ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതിലോട്ട് നിന്ന് ഡയറക്ടറെ മാറ്റുന്നു, ആർട്ടിസ്റ്റുകളെ മാറ്റുന്നു, അങ്ങനെ എല്ലാം വന്നു കഴിഞ്ഞിട്ടും അവസാനം ആ സിനിമ വന്നു. ഈ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ കുറേ ഭാഗം ജനങ്ങൾ പ്രതീക്ഷിച്ച ഒരു സിനിമയായിരുന്നില്ല അത്. പക്ഷെ കുറേ ആൾക്കാർക്ക് ഈ ചരിത്രവും അല്ലെങ്കിൽ മാമാങ്കത്തെ പറ്റിയൊക്കെ അറിയാവുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ചരിത്രത്തിനോട് വളരെ ചേർന്ന് ഇരുന്ന് ചെയ്തൊരു സിനിമയാണത്. ഈ കാലഘട്ടത്തിൽ അതിനൊന്നും വലിയ പ്രസക്തി ഇല്ലെന്നുണ്ടെങ്കിലും നമ്മൾ യഥാർത്ഥത്തിൽ അതായത് എഴുതി വെച്ചാക്കണതിൽ പറഞ്ഞാക്കണ പോലെ തന്നെ സിനിമ എടുത്തിരുന്നു. അപ്പോൾ അങ്ങനത്തെ പല ചർച്ചകളും എല്ലാം ഇത് വന്നിട്ടുണ്ട്. പിന്നെ ചില സിനിമകളുടെ മുന്നേ അതായത് ഷൂട്ടിംഗ് നടക്കുമ്പോൾ നടക്കുന്ന ചില സംഭവങ്ങളൊക്കെ ഇതിനെ ഡീഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി. അല്ല എനിക്കറിയില്ല. ഞാൻ എന്നും ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്കിടക്ക് എനിക്കത് തോന്നുമ്പോൾ ഞാനപ്പോൾ എഴുതി ആശ്വാസങ്ങൾ പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിരുന്നു, അതായത് ഒരു പ്രൊഡ്യൂസറുടെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ട് കൊടുക്കുക, അവനറിയാൻ പാടില്ലാത്ത പല പണികളും ആൾക്കാരെടുത്തു കഴിഞ്ഞിട്ട് ആൾക്കാരെ ഹയർ ചെയ്ത് ചെയ്യുക, ഇതാണ് പ്രൊഡ്യൂസർ ചെയ്യണം. ഇപ്പം എനിക്ക് ഡയറക്ഷൻ അറിയാം, ഈ പറയണ ബാക്കി വർക്കുകളൊക്കെ അറിയാം, ഞാൻ കാണാനായിട്ട് സുന്ദരമാണ്, അല്ലെങ്കിൽ അഭിനയിക്കാനായിട്ട് ഇതാണെങ്കിൽ എനിക്ക് ഇവരുടെ ഒന്നും ആവശ്യമില്ല, എനിക്ക് തന്നെ ചെയ്യാം. അപ്പം എന്നെ സംബന്ധിച്ച് ഒന്നുമില്ലാത്ത ആളാണ്, എൻ്റെ അടുത്ത് അത്യാവശ്യം കാശുണ്ട്. അപ്പം ഇവരെ കുറിച്ച് കഴിഞ്ഞിട്ട് ഒരു സിനിമ എടുത്ത്, പക്ഷേ ഇറങ്ങിയാക്കണ ആ പ്രൊഡക്റ്റ് മോശമായിപ്പോയി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇഷ്ടമായില്ല. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പൈസ ഇട്ടാക്കണവൻ്റെ വീട്ടിലിരിക്കണവനെയും അവൻ്റെ തൊഴിലിനെയും അവനെ കളിയാക്കേണ്ടത് എന്താണെന്ന് എനിക്ക് അതിൻ്റെ ചേതവികാരം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, അതിൽ ഡയറക്ഷൻ മോശമായ ഡയറക്ടറോട് ചോദിക്കും, അല്ലെങ്കിൽ ആക്ടർ മോശമായ അവൻ്റെ ആക്ടിങ്ങിനോട് ചോദിക്കും, പാട്ട് മോശമായി എന്താണെങ്കിൽ അതിൻ്റെ മ്യൂസിക് ഡയറക്ടറോട് ചോദിക്കും. ഇതാണല്ലോ ഒരു ഇത് ചെയ്യേണ്ടത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഇതല്ല ആ സിനിമയൊക്കെ ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഒരു ഡീഗ്രേഡിൻ്റെ ഒരു ഉത്സവം നടക്കുന്ന ഒരു കാലഘട്ടം വരുന്നത്. ഇത് നമ്മൾ മറ്റേ സിനിമ അങ്ങോട്ടൊക്കെ പകരുത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കന്ന് എന്നെ ചീത്ത പറഞ്ഞു കഴിഞ്ഞിട്ട് വന്നാക്കണം ഇവരുടെ എല്ലാം പ്രൊഫൈൽ പിക്ചർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം എവിടെ നിന്ന് വന്നാക്കണേന്ന് ഒരേ ഇതൊക്കെ തന്നെ എഴുതും. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അസോസിയേഷൻ ഇടപെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പാടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ തന്നെ ഒരു പ്രസ്താവന നടത്തുക, ഇത് നല്ല സിനിമയാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ട സിനിമയാണ്, എന്തിനാണ് ഇത് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഒരു കൺട്രോൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാം. ഇവിടെ ഒന്നുമില്ല എന്നുള്ളതാണ്. താരങ്ങൾക്ക് ഈ പറയുന്ന താരങ്ങളുണ്ടല്ലോ, രണ്ട് സൈഡും നിൽക്കുന്ന മെഗാസ്റ്റാറുകളായിട്ടുള്ള വരുന്ന താരങ്ങൾ, അവർക്ക് ഇതിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തൂടെ? അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫാൻസ് അസോസിയേഷനിലൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇടപെടണില്ലെങ്കിലും അസോസിയേഷൻ്റെ വലിയ ടോപ്പിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഇവർക്ക് ബന്ധമുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സിനിമനെ അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഗ്രേഡ് ചെയ്യണമെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ ഇത് ചെയ്യാം. ഇപ്പം എൻ്റെ സിനിമയിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയധികം ആർട്ടിസ്റ്റുകളും പിന്നെ ടെക്നീഷ്യൻസും ഇവരെല്ലാം ഇത്ര അസോസിയേഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട് മിക്കവരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറി നിന്ന് കൈയൊട്ടിച്ചിരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. എൻ്റെ തോന്നലാണ് പറയണം. വളരെ കുറച്ച് ഡയറക്ടേഴ്സ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ജിത്തു ജോസഫ്, പുള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് ഇത് നല്ല സിനിമയാണ് ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞിട്ട്, ഞാനായിട്ടാണ് പുള്ളി ഇതുവരെ ഈ ജീവിതത്തിൽ ഞാൻ പുള്ളിനെ നേരിട്ട് കണ്ടിട്ടില്ല. മേജർ രവി, അങ്ങനെ വളരെ വിരലെണ്ണാവുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് അവരുടെ ഒരു ജെന്യുയിനായിട്ടുള്ള ഒരു കാര്യം പറയും. എത്ര ആക്ടേഴ്സ് ഉണ്ട്,
ഒരാൾ പോലും ഇത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കണില്ല, എൻ്റെ ഓർമ്മയിലില്ല ഇനി ആ സമയത്ത് അങ്ങനെ പറഞ്ഞാന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടാണ് സംഭവിക്കണം? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് സംഭവിച്ച് വേറെ സിനിമക്ക് ഇത് സംഭവിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷമില്ലെന്നെങ്കിൽ പോലും നമ്മളൊരു എന്തെന്നാണ് പറയണത്, ഒരു വലിയ ഇതൊന്നുമില്ലാതെ നമ്മൾ കണ്ടിരിക്കേണ്ടി വരും. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയണ അസോസിയേഷനുള്ള ഇത്ര എല്ലാവർക്കും അങ്ങോട്ട് നോക്കിയാൽ പോലും ഇങ്ങോട്ട് നോക്കണതിന് വേറെ അസോസിയേഷൻ ഇങ്ങനെയുള്ള ഒരു നാടാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഇത് ചെയ്യുക. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു സിനിമ നല്ലതാണ് ചീത്താണെന്ന് അളക്കാനായിട്ട് ഒന്നുമില്ല. എനിക്കൊരു ഇഷ്ടപ്പെട്ട സിനിമ നിങ്ങൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കണ്ട ഏറ്റവും മോശം ഒന്നായിരിക്കും. നമ്മൾ ഞാൻ തന്നെ ചില സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറയേണ്ടത് നല്ല സിനിമ എന്ന് പറയുമ്പോൾ പറഞ്ഞു നീ അത് നല്ല സിനിമ, ഇത് നമ്മൾ പകുതി വെച്ചിട്ട് എനിക്ക് പോയിരുന്നു, അങ്ങനെയൊക്കെ പല ഇതാണല്ലോ. അപ്പം നമ്മളൊരു സിനിമനെ അടച്ച് ആക്ഷേപിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ അത്ര ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മനുഷ്യന് കയറാൻ പറ്റാത്ത ഇതിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയണ ഒരുമാതിരി വലിയ കുഴപ്പമില്ലാതെ പോണ സിനിമയുണ്ട്. അപ്പോൾ അത് ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദനാജനകമായിരുന്നു. പിന്നെ അതിനുശേഷം എന്നെ എത്രയോ മോശം, ഞാനതൊക്കെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുള്ളതാണ് നമ്മുടെ കുറേ പണികൾ. ഞങ്ങൾ ഈ അടുത്ത് മറ്റൊരു പ്രൊഡ്യൂസറുടെ ഇന്റർവ്യൂ എടുത്തു. അതിന്റെ താഴെ സാറിനെ പണ്ട് വിമർശിച്ചിരുന്ന സ്വിഗ്ഗി വിവാദം ഉണ്ടല്ലോ, ആ സ്വിഗ്ഗിക്ക് ഇയാൾ വന്നു എന്ന് പറഞ്ഞിരുന്നൊക്കെ, അതിന് താഴെ മറ്റൊരാൾ പറയും ഇത് അങ്ങേരല്ല, ഇത് വേറെയാണ്. അത് ഇത്ര വർഷങ്ങൾക്കപ്പുറം ഒരു അനാവശ്യ ചർച്ച വീണ്ടും നടക്കുന്നു എന്നുള്ളത്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അന്ന് അതായത് എൻ്റെ പേരിൽ വേണു കുന്നപ്പള്ളി എന്നുണ്ടല്ലോ. അപ്പം ഈ സ്വിഗ്ഗിയുടെ ഇതിൽ കുന്നപ്പള്ളി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കണക്ഷൻ കിടപ്പം എനിക്കറിയില്ല. അപ്പോൾ പലരും ഞാനിതൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതാണെന്നും, പക്ഷേ കുറേ ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുഡ് അതായത് ഈ വണ്ടി ഓടിച്ച് പോകണ ഒരു ജോലി അത് ചെയ്യേണ്ടെന്ന് ഒരുത്തന്നെ ഇപ്പോഴും ഓർക്കണ്ട്. ഞാൻ അവൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു, വെറുതെ വെച്ചതാണ് അന്നൊരു ആവേശത്തിന്, കുറേ വർഷങ്ങളായി. അപ്പോൾ അവൻ്റെ വീട്ടിൽ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നത് ഞാനാണെന്നും പറഞ്ഞിട്ട് അവന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് വയ്ക്കും, ഞാൻ അവൻ ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ അവന് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ ആകെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു സിനിമ എടുത്ത്, ആ സിനിമ അവൻ ചിലപ്പോൾ 100-150 രൂപയാണ് എത്രയാണെന്ന് അറിയില്ല, അത് കണ്ടിട്ട് അവന് ഇഷ്ടമായില്ല. ഇത് മാത്രമാണ് സംഭവിച്ചാക്കണം. അവനത് ഇഷ്ടമാകാത്തതിന് ഞാനൊരു കാര്യം എൻ്റെ പേരിൽ കുറ്റമില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് ഒരു നല്ല സിനിമ എടുക്കാൻ പൈസ കൊടുത്തു, പക്ഷേ അതുകൊണ്ട് അവനത് ഇഷ്ടപ്പെട്ടില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഓക്കെ അവൻ എന്നെ ഒരു പ്രാവശ്യം ചെയ്ത് പറഞ്ഞോട്ടെ, പക്ഷേ ഇത് വായിക്കണ എത്രയോ 100 അല്ലെങ്കിൽ 1000 ആൾക്കാർ വിചാരിക്കണതാണ്. അപ്പോൾ കറക്റ്റാണെന്നല്ല. ഇപ്പം നിങ്ങളത് വായിച്ച് ഒരാൾ പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഇവനാണ് ഭക്ഷണം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ എന്ത് വിചാരിക്കും? അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സൈസ് മെൻ്റലൊക്കെ ആയിട്ടുള്ള ആൾക്കാരില്ലേ, അതായത് വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആരോടെങ്കിലുമൊക്കെ ശത്രുത തോന്നുക, വെറുതെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ മനക്കോട്ടുകൾ കെട്ടുക, അങ്ങനെ ചിലപ്പോൾ എനിക്കൊരു മെൻ്റൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചെറിയ സ്ക്രൂ കഴിഞ്ഞിരിക്കണ ഇതുണ്ടല്ലോ, അങ്ങനെ എന്തോ ഒരു സാധനമാണ്. അല്ലെന്നുണ്ടെങ്കിലും മുൻവിധിയോടെ ചിലർ സിനിമ എടുക്കുന്നു. അതാണ് ഈ അടുത്ത കാലത്ത് ചില ചർച്ച ചെയ്തപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു പത്രസമ്മേളനം ഒരു പ്രശ്നം വന്നതൊക്കെ അവർ പറഞ്ഞല്ലോ. അതായത് ജസ്റ്റ് പണം ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഇതിൽ മാത്രം പ്രൊഡ്യൂസേഴ്സ് വരുന്നു. അതിന് മറ്റൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്, അത് വലിയൊരു വിഷയമായതുകൊണ്ട് ഞാനത് സംസാരിക്കുന്നില്ല. അപ്പം അങ്ങനെ ഉള്ളത് ഇവിടെ സംഭവിക്കുന്നത്, അപ്പം അതിന് തെളിവൊന്നുള്ള കാര്യമല്ല, പക്ഷെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് ആളുകൾ ഈ കമൻറ്റ് ചെയ്യുന്നവരോട് എന്താ പറയാനുള്ളത്? അല്ല, ഇതിൽ ഈ പലപ്പോഴും സിനിമയിൽ പറയണ ഒരു കാര്യമാണ് ഈ കള്ളപ്പണം വൈറ്റിയാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ ഒരു പ്രവാസിയാണ്. അപ്പോൾ നമ്മൾ പ്രവാസിയാണെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന ഒരു സിനിമയുടെ എല്ലാ മേഖലകളിലും എനിക്ക് എന്താണെന്ന് അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ എത്ര എക്സ്പെർട്ടാണെന്നല്ല പറയണം, പക്ഷേ നമുക്കൊരു സിനിമ എടുക്കാനായിട്ട് എന്താ അറിയണം, അത് ആ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ ബാക്കിലുള്ള അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡ് ഉണ്ടല്ലോ, എന്താണ്, എത്ര പൈസ മുടക്കുന്നു, എന്താണ് GST, നമുക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഈ പറയുന്ന ബ്ലാക്ക് വൈറ്റ് ആകണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ബ്ലാക്ക് വൈറ്റ് ആക്കണത്. അതായത് നമ്മളിവിടെ കൊടുക്കണ ഒരു മിക്ക ആർട്ടിസ്റ്റുകളും GST ഇതുള്ള രജിസ്ട്രേഷനുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സൈസ് ഒരു ആർട്ടിസ്റ്റിന് എടുത്ത് 1 കോടിയാണെങ്കിൽ 1 കോടിയുടെ ഇൻവോയ്സ് എനിക്ക് ആർട്ടിസ്റ്റ് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയാണല്ലോ സർവീസ് പ്രൊവൈഡർ. അപ്പോൾ ഈ 1,18,00,000 ഇൻവോയ്സാണ് എനിക്ക് തന്നത്. ഞാനായിട്ട് എഗ്രി ചെയ്താക്കണ 1 കോടിയാണ്, പക്ഷേ ആർട്ടിസ്റ്റ് എനിക്ക് തന്നെ 18 ലക്ഷം കൂടി, അത് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന GST കൂടി ചേർന്നിട്ടാണ്. ഞാനപ്പോൾ ഈ പറയുന്ന 1,18,00,000 കൊടുക്കുന്നു. എനിക്ക് ഈ 18 ലക്ഷം കിട്ടണം എങ്ങനെയാണ്? നാളെ OTT അല്ലെങ്കിൽ സാറ്റലൈറ്റ് തിയേറ്ററിൽ പോയി കഴിഞ്ഞ് ജനങ്ങൾ കാണുമ്പോൾ നിങ്ങളെല്ലാവരും പറയുന്ന 18% കൊടുക്കുന്നുണ്ട്. അത് എനിക്ക് ഇവിടുന്ന് എനിക്ക് തിരിച്ചു കിട്ടും. ഈ പ്രോസസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ആരെയാണ് ബ്ലാക്ക് മേടിക്കുന്നത്? ഏതെങ്കിലും ആർട്ടിസ്റ്റ് മേടിക്കണം. അതായത് ഞാനാദ്യം ചിലവ് ചെയ്യണ ഇത് ചെയ്യണമല്ലോ, ഇവിടെ ഒന്നും ചെയ്യണില്ല. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ എവിടെ നിന്നാണ് കിട്ടിക്കൊണ്ടിരിക്കണം? ഈ പറയണ 2-3 OTT ആണ്. അവരൊരിക്കലും എനിക്കിപ്പോൾ അവർ ആരെങ്കിലും ഒരു 5 കോടി രൂപ ക്യാഷായിട്ട് എനിക്ക് തരികയാണ്, ഇതാണ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും ഇല്ല. ഇപ്പോൾ ഉള്ള OTT ഞാൻ പേര് പറയണില്ല, തരില്ല.
പിന്നെ തിയേറ്ററിൽ, ഇവിടെ ഏത് തിയേറ്ററിലാണ് ഒരു പ്രൊഡ്യൂസറിനെ ഒക്കെ ഒരു 5 ലക്ഷം രൂപ ക്യാഷ് പിടിച്ചു എന്ന് പറയുന്നത്? ഒരിക്കലുമില്ല. എല്ലാം എന്നു പറഞ്ഞാൽ ബാങ്ക് ത്രൂ ആണ്. അപ്പോൾ എവിടെയാണ് ഈ ബ്ലാക്ക് വന്നത്? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എവിടെ ആയിരിക്കാം ബ്ലാക്ക് വന്നത്? എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടാതെ കാര്യമുണ്ട്. അപ്പോൾ അത് അതിന് ആകെ ചിലപ്പോൾ ക്യാഷ് തന്നെ ഉപയോഗിക്കണം. നമ്മൾ ഇത്ര വലിയ സിനിമ എടുത്തിട്ട് ഇപ്പോൾ 20 കോടി രൂപ സിനിമ എടുത്താൽ പോലും ക്യാഷ് ചിലപ്പോൾ നമ്മൾ മുടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 15-20 ലക്ഷം രൂപയ്ക്ക് വരും. അത് നമ്മൾ ഇപ്പോൾ സെറ്റിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് വന്നു വല്ല ഇത് ആർട്ടിൻ്റെ വർക്കിന് ലോക്കലുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന GST ബാങ്ക് ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അവർക്ക് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചില അർജൻറ്റ് കേസുകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുക്കണം. അത് ടോട്ടൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 5 ലക്ഷം 10 ലക്ഷം ഒക്കെ. ഇത് മാത്രമാണ് ക്യാഷിൻ്റെ ഇൻവോൾവ്മെൻറ്റ്. GST വന്നതിന് ശേഷം എല്ലാം പെർഫെക്റ്റാണ്. പിന്നെ ഇതിൽ ബ്ലാക്ക് വന്ന വേറൊരു സ്ഥലമുണ്ട്, അതായത് ഓവർസീസ്. ഇപ്പോൾ ഓവർസീസ് സിനിമ റിലീസ് ചെയ്യുന്നു, അവിടെ ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് ടൈപ്പ് ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അത് കൊടുത്താക്കണ ചിലപ്പോൾ ഒരു 1 CR-നായിരിക്കാം, 5 കാശ് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ എനിക്ക് അവിടെ കുറേ ക്യാഷ് ഉണ്ട്. ഞാൻ ആ കമ്പനിയെ കൊണ്ട് ആ പൈസ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. മനസ്സിലായി? ഒരു 10 കോടി ഞാൻ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സിനിമ ഇവിടുത്തെ പ്രൊഡക്റ്റ് പോയി ഞാനിവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തതാണ്. അവിടെ നിന്ന് അത് കളക്ട് ചെയ്തിട്ട് എനിക്ക് പൈസ തന്നു. ആ പൈസ ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ഇതിൻ്റെ ടാക്സ് അതോറിറ്റിക്ക് ഈസിയായിട്ട് അതിനെ പിടിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഇവിടെ ഒരു രക്ഷയില്ലാതെ ഇത് പോയ സിനിമ എങ്ങനെ ഇത്ര വലിയ പൈസ വന്നെന്ന് അറിയാൻ പറ്റും. പിന്നെ ഇവരുടെ അടുത്തെല്ലാം കണക്കുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ ചെറുതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പുറത്തുനിന്നുള്ള ഫോറിൻ മണി ഇങ്ങനെ ഈ പറയുന്ന ഡൈവേർട്ട് ചെയ്ത് വന്നെന്ന് കേട്ടിട്ടുണ്ട്. അല്ലാതെ ഒന്നും ഈ പറയുന്ന രീതിയിലൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യം. പിന്നെ അറിയാൻ പാടില്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അത് അങ്ങനെ ആയിരിക്കുള്ളൂ. പണ്ടൊക്കെ നടന്നിട്ടുണ്ടാവാം, പക്ഷേ ഈ കാലഘട്ടത്തിലൊന്നും നടക്കില്ല. പ്രൊമോഷൻ എത്ര ശതമാനം സാർ മാറ്റിവെക്കാറുണ്ട്? ഇതിന് അങ്ങനെ ഒരു ശതമാനക്കണക്കൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു സിനിമയുടെ പുറത്തുള്ള വിശ്വാസം അനുസരിച്ചിട്ടാണ് പ്രൊമോഷൻ പോണത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ അറിയാം, ഒരു സിനിമ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളതിന് കാര്യമായിട്ട് പ്രൊമോഷൻ നടത്തിയാൽ മാത്രമാണ് ആ സിനിമനെ തിയേറ്ററിലോട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് തന്നെ ഒരു ഇതുണ്ടാവും. ചില സിനിമകൾ വലിയ ഇപ്പോൾ 2018 ഞാൻ കാര്യമായിട്ടൊന്നും പ്രൊമോഷനൊന്നും നമ്മൾ ചെയ്തിരുന്നില്ല. ഇപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് പല ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം ഞാൻ ഒഴിവാക്കിയിരുന്നു. ഞാൻ ഈ പറയുന്ന 2008 മാളികപ്പുറം ഉണ്ടെന്നുണ്ടെങ്കിൽ രേഖാചിത്രം ഒന്നും ദുബായിൽ ഒരാളെ പോലും, ദുബായിലാണ് സാധാരണ പോണത്, അല്ലെങ്കിൽ ഖത്തറിലാണ് പോണത് ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി, ആരും ഞാൻ കൊണ്ടുപോകാറില്ല. എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, സിനിമ സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ദുബായിൽ വരാം. ഞാനൊരു സക്സസ് ഇപ്പോൾ ഈ രേഖാചിത്രത്തിൻ്റെ കഴിഞ്ഞ 22nd ആയിരുന്നു, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ വെച്ചിട്ട് ആഘോഷിച്ച്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ്, അത് ഇത്ര ഓടി ഇത്ര പൈസ കളക്ട് ചെയ്ത് പൈസ എൻ്റെ കയ്യിൽ വന്നു. അതിൽ നിന്നൊരു ചെറിയൊരു പൈസ എടുത്തു കഴിഞ്ഞിട്ട് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചിലവാക്കുന്നു. മറ്റത് അങ്ങനെയല്ല, ഇത്രയധികം പൈസ ഇവിടെ ചിലവാക്കി ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവരെ ദുബായി കൊണ്ടുവന്നിട്ട് പ്രൊമോഷൻ നടത്തി നാളെ സിനിമ അടപടലം പൊട്ടിക്കഴിഞ്ഞാൽ ആ പൈസ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ഇവർ വന്നപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഒരു 10-20 ലക്ഷം രൂപയുടെ ചിലവാണ്, ടിക്കറ്റ് ഒരു കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട്. അപ്പോൾ പറയണ പ്രൊമോഷന് ഈ കാലഘട്ടത്തിൽ, അതായത് ഒരു 10-15 വർഷം മുന്നുള്ള പ്രൊമോഷനല്ലേ ഇപ്പോഴും, നമ്മൾ പൈസ ചിലവേണ്ട പല ഏരിയകളും ഉണ്ട്. അവിടെ എല്ലാം കറക്റ്റായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് സാധാരണ ഒരു ബഡ്ജറ്റ് അനുസരിച്ചാണ്. ഇപ്പോൾ ഒരു 10 കോടിയുടെ ഒരു സിനിമയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു കണക്കനുസരിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 70-75 lakhs ആ രീതിയിലാണ്. അപ്പോൾ അതിനിങ്ങനെ ഒരു ഫണ്ടൊന്നുമില്ല. ഇവരെൻ്റെ അടുത്ത് ചോദിക്കും, നമുക്ക് ട്രെയിനിൽ പരസ്യം ചെയ്യണോ, അല്ലെങ്കിൽ മെട്രോ പില്ലറിൽ ചെയ്യണോ, ലിഫ്റ്റുകളിൽ ചെയ്യണോ എന്നൊക്കെ പറയുമ്പോൾ ആ സിനിമയുടെ ഒരു ഇതനുസരിച്ച് ഞാൻ പറയും ഓക്കെ അത് ചെയ്യും, അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെ ചെയ്യും. അത് കഴിയുമ്പോൾ നമ്മൾ ഓരോന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മനസ്സിലൊരു ഫിഗർ ഉണ്ട്, അതിൻ്റെ മേലോട്ട് പോകാൻ സമ്മതിക്കില്ല.